കളങ്കാവിൻ്റെ ഫസ്റ്റ് ഷോ തുടങ്ങിയിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കിടിലം. ബാക്കി നമുക്ക് വീഡിയോയിലൂടെ പറയാം. ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞിരിക്കുകയാണ്. വെറും ഒരു മണിക്കൂറിൽ താഴെയുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഒരു കാര്യം പറയാം, ഈ ഒരു സിനിമയുടെ തുടക്കം അതിഗംഭീരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സിനിമ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ജിതിൻ കാണിച്ചു തന്നിരിക്കുകയാണ്. അതായത് ഒന്നും കളയാനില്ലാത്ത ലെവലിലുള്ള ഒരു ഫസ്റ്റ് ഹാഫ് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. മികച്ച പ്രകടനം ഒരു വ്യക്തിയിൽ നിന്നല്ല, എല്ലാവരിൽ നിന്നും തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് അമ്മാതിരി ഒരു ഹെവി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സാധാരണ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ ആ ഒരു തുടക്കം കഴിയുന്നതും ഞാൻ സ്പോയിലർ ഇതിനകത്ത് ഒഴിവാക്കുകയാണ്. മമ്മൂട്ടിയൊക്കെ കാണുന്ന സീനുകൾ നമ്മളെ കോരിത്തരിപ്പിക്കുമെന്ന് തന്നെ പറയാം. അതുകൂടാതെ മികച്ച പ്രകടനം, ഇൻ്റർവെൽ പഞ്ച് ഗംഭീരം, അതേപോലെ BGM ഒക്കെ ഞെട്ടിക്കുന്നു. അതായത് ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് ഒരു ക്രിസ്പി പോർഷൻ എന്നല്ല, നമ്മൾ പറയുമല്ലോ നടു കഷ്ണം എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. ഒന്നും തന്നെ കളയാനില്ല. മികച്ച രീതിയിൽ തന്നെയാണ്. ഇങ്ങനെ ആയിരിക്കണം ഒരു സിനിമ ചെയ്യുന്നത്, ഇതായിരിക്കണം ഒരു സിനിമ എന്നുള്ളത് ആ റേഞ്ച് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് നൽകിയിരിക്കുന്നത്. വിനായകൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്, ഒപ്പം കൂടെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുമൊക്കെയുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം, ആളുകൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, അതിനൊക്കെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രം ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തത നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിന് ദൈർഘ്യം കൂടുതലാണ്. ആ ഒരു ദൈർഘ്യത്തിൽ നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാം. എന്തായാലും ഇതുവരെ പ്രതീക്ഷിച്ചത്, ഇതുവരെ നമുക്ക് പ്രിവ്യൂ ഷോയും ഒക്കെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ അതെല്ലാം തന്നെ പീക്ക് ലെവലിൽ തന്നെ നൽകുന്ന അനുഭവം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് പൊളിച്ചടുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ പ്രിവ്യൂ ഷോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ റിവ്യൂകളെല്ലാം തന്നെ പൊളിയാണ്. അത് തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. അതിന് മുകളിലേക്കുള്ള ഒരു കാഴ്ച നമുക്ക് ലഭിക്കും സെക്കൻഡ് ഹാഫിൽ എന്നുള്ള പ്രതീക്ഷയാണ്. ഇത്ര മാത്രമേ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം നോ സ്പോയിലേഴ്സ്. എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, പല ചാനലുകളിലും റിവ്യൂ വരുമ്പോൾ കാണാതെ നിങ്ങൾ സിനിമ പോയി കാണുക. കാരണം പലരും പറയുന്നത് അതിൻ്റെ സ്പോയിലിംഗ് എഫക്റ്റ്, ഇന്ന ചെയ്തു, ആ കഥാപാത്രം ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് കാണാതിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ മാത്രമല്ല, ഏത് സിനിമ കാണുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആസ്വാദനം വളരെയധികം കുറയും എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നോ